നമസ്തേ. ABVP 40ാം സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളം എളമക്കര സരസ്വതി വിദ്യാനികേതനിൽ തുടക്കമായി. കരുത്തേകാം ജനാധിപത്യ മൂല്യങ്ങൾക്ക് അണിചേരാം ദേശീയ വിദ്യാർത്ഥിധാരയിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ജനുവരി 3-ന് രാവിലെ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. ഒരുപടി മുകളിൽ ഉയർത്തിക്കെട്ട് നിങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യം ഞങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കൂ, ശാശ്വതമാക്കും അനശ്വരമാക്കൂ, ശാശ്വതമാക്കും അനശ്വരമാക്കൂ. അറുപതാകെ പറക്കുപതാകെ അറുപതാകെ പറക്കുപതാകെ അറുപതാകെ പറക്കുപതാകെ പറക്കുപതാകെ വിമാനത്തോട് ഉയരുപതാകെ വിമാനത്തോട് ഉയരുപതാകെ വിമാനത്തോട് ഉയരുപതാകെ ഞങ്ങളെയൊക്കെ നയിക്കുപതാകെ ഞങ്ങളെയൊക്കെ നയിക്കുപതാകെ ഞങ്ങളെയൊക്കെ നയിക്കുപതാകെ ഞങ്ങളെയൊക്കെ നയിക്കുപതാകെ ജയ് 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 ജീവിക്കുന്നു ഞങ്ങളിലൂടെ നിങ്ങൾ ഉയർത്തിയ ദീപശിഖ നിങ്ങളെന്തിയ കാവി പതാക ഒരുപടി മുകളിൽ ഉയർത്തിക്കെട്ട് നിങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യം ഞങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കൂ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് 3 മണിക്ക് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. സനാതനധർമ്മം ഏറ്റവും മോശപ്പെട്ട വാക്കാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സമൂഹത്തെ ഒന്നടങ്കം വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയതയെ നിരാകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നവോത്ഥാന മൂല്യങ്ങളെ കേരളം ഉയർത്തിപ്പിടിച്ചത് എന്നും ശങ്കരന്റെ മതമാണ് എന്റെ മതമെന്ന് ഉദ്ഘോഷിച്ച വ്യക്തിയാണ് ഗുരുദേവൻ എന്നും അദ്ദേഹം പറഞ്ഞു. ആത്മീയതയിൽ നിന്ന് കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മാറി നിന്നോ എന്ന് പറയുന്ന ആളോട് അദ്ദേഹം ധൈര്യപൂർവ്വം എന്റെ ഒരു ചോദ്യത്തിന് 1-2 ചോദ്യത്തിന് അവർ മറുപടി പറയാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ 100 കൊല്ലം ആ ജന്മം അദ്ദേഹത്തിന്റെ 100 കൊല്ലം തികയുന്ന അവസരത്തിൽ അത് 1955-56 കാലഘട്ടത്തിലാണ് ഒരു സോവനർ പ്രസിദ്ധീകരിച്ചു. അതിന്റെ സംഘാടകരാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ 3 പേര് ഇടതുപക്ഷത്തെ അറിയപ്പെടുന്ന, ഞാൻ അവരെ പഴിക്കുകയല്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ 55-ലെ അതിലെ ലേഖനം, K ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ താത്വിക ആചാരനായി ആ കാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ലേഖനം, 3-ാമത് ഓർമ്മ ശരിയാണെങ്കിൽ KC ജോർജിന്റെ അന്നത്തെ ഒരാളുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ലേഖനം. ഈ 3 ലേഖനം ഞാൻ ചോദിക്കുന്നു, അതിലെഴുതിയിട്ടുള്ളത് EMS ഉൾപ്പെടെ എഴുതിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ നവോത്ഥാനത്തെ ജാതി ഉന്മൂലനം ചെയ്യാനുള്ള വിപ്ലവകരമായ ശ്രമങ്ങളെ, നവോത്ഥാന ശ്രമങ്ങളെ കേരളീയ സമൂഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മീയതയെ കേരളം നിരാകരിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പഠിച്ച ആളുകളെ പഠിപ്പിക്കേണ്ട ആളല്ലേ? അദ്ദേഹത്തിന് ആത്മീയത ഉണ്ടായിരുന്നോ? കേരളം നിരാകരിച്ച ആത്മീയത എന്താണ്? ആ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം ആ ആത്മീയതയുടെ പേരെന്ന് പറയാൻ സാധിക്കുമോ? ഇതിന് ഉത്തരം പറയാൻ കാരണം ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് രാഷ്ട്രീയക്കാർ.
അതുകൊണ്ട് അത്തരം ശ്രമത്തിന് അദ്ദേഹം മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് ഞാൻ ഒരു ജനാധിപത്യവാദി ആയതുകൊണ്ടും കരുത്തേകാം ജനാധിപത്യ മൂല്യങ്ങൾക്ക് എന്നുള്ള വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് കൊണ്ടും ഇത് ഉത്തരം പറയണമെന്ന് മാധ്യമങ്ങളുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഗവർണറാണ്, എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം അറിയുകയും ചെയ്യാം. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശങ്കരന്റെ മതമാണ് എന്റെ മതമെന്ന് ഉദ്ഘോഷിച്ച ഒരു മഹാനുഭാവനെയാണ് 60 മുതൽ 70 വരെ 60 പുസ്തകം അദ്ദേഹത്തിന്റെ കാലത്തും പിന്നീട് 70 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി ഗുരുദേവന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കവിതയിൽ കുമാരനാശനേക്കാൾ അപ്പുറത്തേക്ക് കഠിനമായ വിഷയങ്ങളെ, ആത്മീയ വിഷയങ്ങളെ കൊണ്ടുവന്ന ഗുരുദേവന്റെ ആ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പിരിച്വാലിറ്റിയെ തൊടാത്ത ഏതെങ്കിലും ഒരു പ്രതിപാദ്യം അതിലുണ്ടോ? ABVP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി മുഖ്യപ്രഭാഷണം നടത്തി. I would like to say nowadays Akhil Bharati Vidyarthi Parishad in many aspects. Akhil Bharati Vidyarthi Parishad have 13 forums, 4 gatividhis. By throughout it is like a Vatvraksha, not only an entire single organization. സംസ്ഥാന പ്രസിഡന്റ് വൈശാഖ് സദാശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ്, അഭിരാമി, അഡ്വക്കേറ്റ് MA വിനോദ്, സ്വാഗത സംഘം ചെയർമാൻ C ദാമോദരൻ എന്നിവർക്ക് പുറമെ സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളും നേതാക്കളും പങ്കെടുത്തു. ദീർഘനാളായി ABVP നടത്തിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ പിന്നീട് ദേശീയ പൗരത്വ നിയമമായിട്ടൊക്കെ ഭേദഗതി ചെയ്യപ്പെട്ട് വരുന്നത് നമുക്കിനിടയിൽ ഒരു സ്വത്വബോധം വളർത്തിയെടുക്കണം. ആ നാം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇവിടുത്തെ പാഠ്യപദ്ധതികളിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യവുമായിട്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് മുന്നോട്ട് വെച്ച ആ ഒരു കാൽവയ്പാണ് ഇന്ന് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നയമെന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഗുണഭോക്താക്കളായി മാറിക്കൊണ്ടേയിരിക്കുന്നു. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. വിദ്യാർത്ഥികളുടെ ശ്രദ്ധ അതിൽ നിന്നൊക്കെ തിരിക്കുന്ന കുറേ ശക്തികളുണ്ട്. റാഗിംഗ് മാതിരിയുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ കലാലയങ്ങളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കലാലയങ്ങളിൽ ഇങ്ങനെയുള്ള തിന്മകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് എന്ന് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അധ്യാപകനെ ആക്രമിച്ചും ബാലറ്റ് പറ്റി പൊട്ടിച്ചും എങ്ങനെയാണ് ജനാധിപത്യ മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെ യൂണിയനെ നയിച്ചുകൊണ്ട് നമുക്ക് അതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു നാന്ദിയാണ് ഈ സംസ്ഥാന സമ്മേളനം. ജനുവരി 4 വൈകിട്ട് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 1000-ൽ പരം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന റാലി നടക്കും. കലൂരിൽ നിന്നും വഞ്ചി സ്ക്വയറിലേക്ക് നടക്കുന്ന റാലിയിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. ജനുവരി 5 വൈകിട്ട് സമ്മേളനം സമാപിക്കും. ഭരണഘടനയെയും ജനാധിപത്യ സങ്കല്പങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമായിരിക്കും സമ്മേളനത്തിൽ ഉണ്ടാകുക. യൂണിറ്റ് തലം മുതൽ 1000-ൽ പരം വിദ്യാർത്ഥി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ഉടനീളം ചർച്ച ചെയ്യും.